ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇതിനു മുമ്പ് നമ്മൾ കെട്ടുടുപ്പിൽ എംബ്രോയ്ഡറി ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കെട്ടുടുപ്പിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതൊരു കെട്ടുടുപ്പാണ്. അതിൻ്റെ കഴുത്തിൻ്റെ ഒരു കുറച്ച് താഴെയായിട്ട് ഒരു 2 ഇഞ്ച് താഴെയായിട്ട് ഞാൻ 2 ബാസ്ക്കറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കെട്ടുടുപ്പ് തയ്ച്ചു കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ ഓൾറെഡി ഒരു കെട്ടുടുപ്പ് തയ്ച്ചു വെച്ചിരിക്കണം, അതിൻ്റെ അകത്താണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അറിയണം അളവ് എത്ര വരും എന്നൊക്കെയുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ കെട്ടുടുപ്പ് തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പാറ്റേൺസ് ആണല്ലോ തയ്ക്കുന്നത്, അപ്പോൾ കുഞ്ഞു ഫ്രെയിം ഇടാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡിസൈൻ വരച്ചിട്ട് ഇതിൻ്റെ അടിയിൽ കുഞ്ഞു ഫ്രെയിം നമ്മൾ ഇടുകയാണ്. ഇത് നല്ല മല്ലിൻ്റെ തുണിയാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട്, തണുപ്പായതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള തുണി എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് തുണി, കുറച്ചും കൂടി സോഫ്റ്റ് തുണി. ഇതും സോഫ്റ്റാണ്. അതിൽ തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തുണി കിട്ടും, മൽമലിൻ്റെ. അതായാലും നമ്മൾ തുണി മെറ്റീരിയൽ വെച്ചാണ് യൂഷ്വലി നമ്മൾ ഡ്രസ്സ് തയ്ക്കുന്നത്. ഇത് വെച്ചും തയ്ക്കില്ല എന്നല്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടെ കട്ടിയുണ്ടാവും. അപ്പോൾ മഴക്കാലത്തൊക്കെ പിള്ളേർക്ക് ഇടണമെങ്കിൽ കുറച്ചും കൂടെ ഒരു തണുപ്പ് അടിക്കാണ്ടിരിക്കാൻ നല്ലത് ഈ ഒരു തുണിയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം അങ്ങനെ പ്യുവർ കോട്ടൺ മല്ലിൻ്റെ തുണിയാണ് ഇത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾ 2 ബാസ്ക്കറ്റ് പോലത്തെ ഒരു ഡിസൈനാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബാസ്ക്കറ്റ് തയ്ക്കാം, എന്നിട്ട് ഫ്ലവർ തയ്ക്കാം. അപ്പം ഇതിൻ്റെ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ഫ്രെയിം ഇട്ട് കൈ ഇട്ട് ഇടയിൽ കൂടെ ഇട്ട് തയ്ക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബാസ്ക്കറ്റിൻ്റെ ബേസാണ് തയ്ക്കുന്നത്. അത് ഞാനിവിടെ 3 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒത്തിരി 6 സ്ട്രാൻഡ്സ് എടുക്കാണ്ടിരിക്കുന്നതാണ് കുറച്ച് നല്ലത്. എന്താണെന്ന് വെച്ചാൽ കെട്ടിടുമ്പം വലിയ കെട്ടാവില്ല അടിയിൽ. അത് പിള്ളേരുടെ നെഞ്ചത്ത്, ഇപ്പം ഇത് ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലാണല്ലോ തയ്ക്കുന്നത്, അത് നെഞ്ചത്തോട്ട് കൊണ്ട് കയറിയിട്ട് പിള്ളേർക്ക് വേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി 6 സ്ട്രാൻഡ്സ് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. 2 or 3 സ്ട്രാൻഡ്സിൽ മാക്സിമം പോകുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്താണ് ഇതിൻ്റെ ഔട്ട്ലൈൻ തയ്ക്കുന്നത്. ഈ ഔട്ട്ലൈൻ തയ്ക്കാൻ എപ്പോഴും ഇപ്പോൾ ഏത് ഇമേജ് ആണെങ്കിലും ഔട്ട്ലൈൻ തയ്ക്കാൻ നേരത്ത് എനിക്ക് പൊതുവേ ഇഷ്ടം 2 സ്ട്രാൻഡ്സ് എടുക്കുന്നതാണ്. ഇതിപ്പോൾ ബാസ്ക്കറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് കുറച്ചും കൂടെ കട്ടിയിൽ ഫ്രഞ്ച് നോട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പം ബാസ്ക്കറ്റ് ഒട്ടും പ്രൊജക്റ്റ് ചെയ്യാണ്ട് ഇരിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 3 സ്ട്രാൻഡ്സ് എടുക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ 2 സ്ട്രാൻഡ്സ് എടുത്താണ് തയ്ക്കുന്നത്. ഔട്ട്ലൈൻ തയ്ക്കുമ്പോൾ 2 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 സ്ട്രാൻഡ്സ് എടുത്താലാണ് ഒരു ഭംഗി കിട്ടുക. കൃത്യം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ആ വളഞ്ഞ് വന്നതൊക്കെ കൃത്യം പക്കയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 2 or 1 എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അടിയിൽ കൂടെ വലിക്കുന്നത്, ഇത് ഒന്നാമത്തെ വൈറ്റ് ക്ലോത്താണ്. അപ്പോൾ അടിയിൽ കൂടെ വലിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. കുറച്ച് ഉണ്ടെങ്കിൽ മാത്രമേ വലിക്കാമുള്ളൂ, ഒത്തിരി ദൂരമാണെങ്കിൽ വലിക്കരുത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവിടെ ഞാൻ ഇച്ചിരി വീതിയിൽ സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അത് സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാനായിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ലോങ് ആൻഡ് ഷോർട്ട് ആയാലും തയ്ച്ചാൽ മതി. അതിപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ്, പിന്നെ ഇങ്ങനെയാണ് എടുക്കുന്നത്. കുത്തിത്താത്തി എടുക്കുന്നില്ല. ഇവിടെ നിന്ന് കുറച്ച് അകത്തി വേവി ആയിട്ടുള്ളത് ഇതാണെന്ന് വെച്ചാൽ കൊട്ടയുടെ ഇത് നമ്മൾ എടുക്കുന്നത് കൃത്യം തന്നെ വന്നെന്നില്ലല്ലോ. അപ്പോൾ അത് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം. കുറച്ച് ചിലതൊക്കെ നീണ്ട, ചിലതൊക്കെ കുഞ്ഞത്, അങ്ങനെയാക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ കൊട്ടയുടെ ഇവിടുത്തെ സാറ്റിൻ സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ കൊട്ടയുടെ പിടിയാണ്, കൈ പിടിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ കുത്തിയെടുത്തിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് കേബിൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓപ്പൺ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഇവിടെ എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ ഇനി ഇവിടെ എന്തോരം ഓപ്പണാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കുത്തിയിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക. ഇവിടെ കുത്തിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട്. അങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ട്യൂട്ടോറിയലിൽ കണ്ടേക്കുന്നതാണ്, എന്നാലും ഒന്നുകൂടെയും കാണിച്ചു തരുന്നേ ഉള്ളൂ.
ഇതുപോലെ 2 വട്ടം കെട്ടിടുക. നല്ലോണം കെട്ടിട്ടിട്ട് വലിക്കണം. എന്ന് വെച്ചാൽ കെട്ട് ഒത്തിരി പൊങ്ങിയിരിക്കരുത്, പിള്ളേരുടെ മേത്ത് കൊള്ളാൻ കൊണ്ട് കയറുമല്ലോ. അതുകൊണ്ട് വളരെ ചെറുതായിട്ട് തന്നെ കെട്ടിടുക. ഇനി ഞാനിവിടെ 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ് ഇവിടെ ഫ്രഞ്ച് നോട്ട് തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ 6 സ്ട്രാൻഡ്സ് റെഡ് കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു ചുറ്റാണ് ചുറ്റിയിട്ടുള്ളൂ, ഒത്തിരി 2 ചുറ്റൊന്നും ചുറ്റിയിട്ടില്ല. ഒരു കുഞ്ഞ് പൊട്ട് പോലെ ഇരിക്കാനായിട്ടാണ്. ഇതുപോലെ ഇത് അടിയിൽ കൂടെ വലിക്കുന്നുണ്ട്. ഇനി നമുക്ക് ലീവ്സാണ്. ലീവ്സ് തയ്ക്കാൻ ഞാൻ 3 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. അത് ലേസിയാണ് തയ്ക്കുന്നത്. നമ്മൾ ഒരു ബാസ്ക്കറ്റ് ഇതുവരെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് വേണം കെട്ടുടുപ്പിന് നമ്മൾ എടുക്കാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒത്തിരി ഡിസൈൻസ് നമുക്ക് സൈറ്റിൽ ഒരേ സൈറ്റിൽ കിട്ടും. അപ്പോൾ അതുപോലത്തെ ഡിസൈൻസ് എടുത്ത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലത്തെ ഒരു ഡിസൈനും കൂടെ ഈ കെട്ടുടുപ്പിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തയ്ച്ചിരിക്കുന്ന 2-3 കെട്ടുടുപ്പുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പം അതിലത്തെ ഒരെണ്ണമാണത്. ഇത് നമുക്കിങ്ങനെ ക്യൂട്ട് റൈറ്റിങ്സ് ഒക്കെ എഴുതാം. ഗുഡ് നൈറ്റ് എന്നൊക്കെ ഒരു കുഞ്ഞ് ബേബി ഡക്ക് കിടന്നുറങ്ങുന്ന മാതിരിയുള്ളൊരു പടമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം മൾട്ടിപ്പിൾ കളേഴ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളേഴ്സും എടുക്കരുത്. അങ്ങനത്തെ കളേഴ്സ് എടുത്താലാണ് പിള്ളേർക്ക് യോജിക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറേ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡക്ക് തയ്ച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് അടുത്തത് വേറെ ഒരു ബ്ലൂ കളർ ഷെയ്ഡുള്ള ഒരു ബ്ലൂ വീലിൻ്റെ ഒരു ഇമേജാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് വീണ്ടും ഒരു 2 റാബിറ്റ്സ് ഉറങ്ങണ മാതിരിയുള്ള ഒരു ക്യൂട്ട് പിക്ചറാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പല പല ക്യൂട്ടായിട്ടുള്ള ഇമേജസ് നമുക്ക് ചെയ്യാവുന്നതാണ് ഓരോ കെട്ടുടുപ്പിലും. ഇനി വേറൊരു കെട്ടുടുപ്പിൻ്റെ അകത്ത് ഇത് മാതിരിയാണ്. ഒരു ഡിയറിൻ്റെ ഇമേജാണ്. അതിൻ്റെ അകത്ത് ഐ ലവ് യു മമ്മ എന്ന് എഴുതിയേക്കുന്നു. അപ്പം ഇങ്ങനെ എഴുതുമ്പം റൈറ്റിങ്സ് ഒക്കെ എഴുതുമ്പം യൂഷ്വലി 1 or 2 സ്ട്രാൻഡ്സാണ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഫിനിഷിങ് കിട്ടണമെങ്കിൽ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഔട്ട്ലൈൻസൊക്കെ തയ്ക്കുമ്പം ഒത്തിരി ഇതാവുമ്പം ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പം 1 അല്ലെങ്കിൽ 2. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.